നമസ്കാരം. ഡൽഹിയെ മൊത്തത്തിൽ പ്രകമ്പനം കൊള്ളിച്ച ഡൽഹി മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സൂര്യപ്രകാശം കാണില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ജാമ്യം നൽകണമെന്ന് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു മുഖ്യമന്ത്രി ഇത്രയും നാൾ ജയിലിൽ കിടക്കുന്നത്. ഇത്രയുമൊക്കെ ആയാലും കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറായില്ല എന്നത് പാർട്ടിക്ക് തന്നെ ക്ഷീണം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാണ്. ഇഡിയും CBIയും ഉൾപ്പെടെ 1000 കോടിയുടെ വലിയ കുംഭകോണമാണ് കെജ്രിവാൾ നടത്തിയതെന്ന് കേന്ദ്ര ഏജൻസികൾ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് മാത്രമാണ് കോടതി അന്ന് ഇടക്കാല ജാമ്യം നൽകിയത്. ഒരു മുഖ്യമന്ത്രി എന്ന പരിഗണന കൊണ്ട് മാത്രമാണ് അന്ന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നിലവിൽ വരുന്ന ഏറ്റവും പ്രധാന വാർത്തയനുസരിച്ച് തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ CBI അറസ്റ്റ് ചോദ്യം ചെയ്തും ജാമ്യം തേടിയും നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ജാമ്യം തേടി വിചാരണ കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതോടെ കെജ്രിവാൾ ജയിലിൽ തന്നെ തുടരുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. CBIക്ക് അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ ആവശ്യമായ തെളിവുകളില്ലെന്നും ജയിലിൽ കഴിയുന്നത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് CBIയുടെ അറസ്റ്റ് എന്നുമായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വാദം. ജൂൺ 20-നാണ് CBI രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ അരവിന്ദ് കെജ്രിവാളിന് നേരത്തെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകുകയുണ്ടായി. എന്നിരുന്നാലും സുപ്രീം കോടതി ഇപ്പോൾ കെജ്രിവാളിനെ പുറത്തേക്ക് വിടാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതായത് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് തന്നെ മനസ്സിലായി അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രി കാണിച്ചത് ഏറ്റവും വലിയൊരു അഴിമതിയാണെന്ന്. ആ അഴിമതിയുടെ ഇതിലാണ് സുപ്രീം കോടതി മാത്രമല്ല ഹൈക്കോടതിയും ഇപ്പോൾ കെജ്രിവാളിനെ പൂട്ടിയിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി എന്ന സ്ഥാനത്ത് തുടരാൻ താങ്കൾക്ക് താല്പര്യമില്ല, അതായത് ഒരു മുഖ്യമന്ത്രി എന്ന സ്ഥാനത്ത് താങ്കൾ തുടരാൻ അർഹതയില്ല എന്ന് അന്ന് തന്നെ സുപ്രീം കോടതി പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ രാജിവെച്ച് പുറത്തേക്ക് പോകണമെന്ന് സുപ്രീം കോടതി ഡയറക്റ്റായിട്ട് പറയാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് രീതിയിൽ കെജ്രിവാളിനോട് പറഞ്ഞു. പക്ഷേ എന്നാലും അദ്ദേഹം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല. അതുമാത്രമല്ല ഡൽഹിയിൽ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട ആം ആദ്മി പാർട്ടിയിലെ ഉപമുഖ്യമന്ത്രി, ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയെ അടക്കം പൂട്ടിയ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആം ആദ്മി പാർട്ടി നിലവിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. CBIയുടെ അറസ്റ്റ് കഴിയുന്നതോടുകൂടി NIAയുടെ അറസ്റ്റ് ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാളിനെ കാത്ത് നിൽപ്പുണ്ട്. അതായത് പഞ്ചാബിലെ ഏറ്റവും കൂടുതൽ ഖലിസ്ഥാൻവാദികളുള്ള ഒരു ഏരിയയാണ് പഞ്ചാബ്. പഞ്ചാബിലെ ഖലിസ്ഥാൻ നേതാവായ ഗുർപ്രീത് സിംഗ് പന്നൂരിൽ നിന്നും വലിയൊരു തുക കൈപ്പറ്റി എന്നൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ഗവർണർ സക്സേന NIA അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. അതും ആഭ്യന്തരമന്ത്രിയുടെ കയ്യിലും ആഭ്യന്തര വകുപ്പ് അതിനെപ്പറ്റി ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാന വാർത്ത.